Welcome to my channel. അപ്പോൾ ദാ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് എക്സ്ട്രാക്ഷനിൽ പറഞ്ഞു അല്ലേ, ആക്ടിവിറ്റി സീരീസിലെ ലോവറിലുള്ളതും മിഡിലുള്ളതും. ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും ടോപ്പിലുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ഓർത്തെടുക്കുക, പഠിച്ചേക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കുട്ടി കുട്ടി ടോപ്പിക്സ് എടുക്കുന്ന, അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ സെഷൻ പ്രിപ്പയർ ചെയ്യുവേ. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി സീരീസിൽ ടോപ്പുള്ള ആൾക്കാർ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്തായിരുന്നു, ഓൾമോസ്റ്റ് മെനി മെറ്റൽസിൻ്റെ ഓർസ് നമ്മൾ ഓക്സൈഡ് ഫോമിലാണ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ സൾഫൈഡിലൊക്കെ ആണെങ്കിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ അറിയാം. എന്താണ് റോസ്റ്റിംഗ് ഉണ്ട്, കാൽസിനേഷൻ ഉണ്ട്, കാർബണേറ്റ്സ് ഓർസിന്, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മെറ്റൽസിൻ്റെ ടോപ്പ് ഓഫ് ദി ആക്ടിവിറ്റി സീരീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അവർ ഭയങ്കര റിയാക്റ്റീവാണ്, നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരെ ഓക്സൈഡ്സിനെ എടുത്തിട്ട് നമുക്ക് കാർബൺ വെച്ചിട്ടൊന്ന് റെഡ്യൂസ് ചെയ്താൽ പെട്ടെന്നൊന്നും മെറ്റലിനെ കിട്ടില്ല. എന്തുകൊണ്ടാണ്? ദേ ഹാവ് എ ഗ്രേറ്റർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ദാൻ കാർബൺ. അതായത് നമ്മൾ ഓക്സൈഡ് ഓറൊക്കെയായി കൺവേർട്ട് ചെയ്തതിനെ നമ്മൾ എന്താ ചെയ്യാറ്, യൂഷ്വലി റെഡ്യൂസ് ചെയ്യും മെറ്റലാക്കാൻ അല്ലേ. അപ്പോൾ കാർബണെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, അതായത് സോഡിയം, പൊട്ടാസ്യം പോലത്തെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ കയറിയിട്ട് അവരെ ഓക്സൈഡ്സിന് റെഡ്യൂസ് ചെയ്യുക കാർബൺ വെച്ചിട്ടെന്ന് വിചാരിച്ച കാര്യം നടക്കില്ല. ബിക്കോസ് ദേ ഹാവ് എ ഗ്രേറ്റർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ദാൻ കാർബൺ. അപ്പോൾ നമ്മൾ അവിടെ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഏത് ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു മെറ്റലിക് ഗ്രൂപ്പ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. ഏതാണ് കണ്ടോളൂ, ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. അപ്പോൾ എന്താ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ എന്താ ഇലക്ട്രോളിസിസ് അല്ലേ? വാട്ട് ഈസ് ഇലക്ട്രോളിസിസ്? ദ സെപ്പറേഷൻ ഓഫ് എ കോമ്പൗണ്ട് by the passage of electricity is called electrolysis. The separation of a compound by the passage of electricity is called electrolysis. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വിച്ച് ടെക്നിക് ഇസ് യൂസ്ഡ്? ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കണ്ടേ? സിമ്പിളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. കാരണം കാത്തോഡ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്, ആനോഡ് എന്നുള്ള വാക്കൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക, പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ശ്രദ്ധിക്കൂ കേട്ടോ. സോ യു ക്യാൻ സീ ദ ഡയഗ്രാം ഓഫ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് സോഡിയത്തെയാണ്. എവിടെ നിന്ന്? സോഡിയം ക്ലോറൈഡിൽ നിന്ന്. അപ്പം ഈ ഒരു ഡയഗ്രാം ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് കാണാം? രണ്ട് സ്റ്റിക്ക് പോലത്തെ ആൾക്കാരെ കാണാം. അവരെന്താണ്? ദേ ആർ ഇലക്ട്രോഡ്സ്. എന്താണ് ഇലക്ട്രോഡ്സ്? ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഇലക്ട്രോഡ്സ് ആർ ദ കണ്ടക്ടേഴ്സ് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ എൻറ്റർ ഓർ ലീവ്സ് ഇൻ എ സർക്യൂട്ട്. അതായത് ഇലക്ട്രിസിറ്റിക്ക് എൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ലീവ് ചെയ്യാനോ പറ്റുന്ന ഒരു കണ്ടക്ടറെയാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. യു ക്യാൻ സി വൺ ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി ആൻഡ് വൺ ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓഫ് ദി ബാറ്ററി. ബാറ്ററി നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയാ അറിയാലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. സോ സ്മോൾ ലൈൻ എപ്പോഴും നെഗറ്റീവും ബിഗ് ലൈൻ എപ്പോഴും പോസിറ്റീവ്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം. നല്ല ബിഗ്, എപ്പോഴും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആളല്ല, നെഗറ്റീവ് തോട്ട്സ് പാടില്ല. അപ്പോൾ സ്മോൾ ലൈൻ എന്താ? നെഗറ്റീവ് ലൈൻ. സോ നെഗറ്റീവ്, അതായത് നമ്മുടെ ബാറ്ററീൻ്റെ റെപ്രസെൻറ്റേഷനിൽ സ്മോൾ ലൈൻ റെപ്രസെൻറ്റ്സ് ദ നെഗറ്റീവ് ആൻഡ് ദ ബിഗ് ലൈൻ റെപ്രസെൻറ്റ് ദ പോസിറ്റീവ്. ആ സർക്യൂട്ട് കണ്ടല്ലോ. ഇനി അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കാണാം മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. നമ്മളൊരു കോമ്പൗണ്ടിനെ പിടിച്ചിട്ട് അവിടെ ഇലക്ട്രോളിസിസ് നടത്താൻ പറ്റില്ല, ഇല്ലല്ലോ. എപ്പോഴും നമുക്ക് ഒന്നുകിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കണം അല്ലെങ്കിൽ അത് മോൾട്ടൻ സ്റ്റേറ്റിലായിരിക്കണം. എന്നാലേ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ ദാറ്റ് one electrode is connected to the negative and the other electrode is connected to the positive. The electrode which is connected to the negative of the battery is known as cathode. Negative സൈഡുമായിട്ട് ബാറ്ററിയിൽ കൺഫ്യൂഷൻ ആവരുത്. The negative electrode is known as the cathode and the positive electrode is known as the anode. Positive electrode is known as the anode. കാര്യം മനസ്സിലായല്ലോ? So we are passing the electricities through molten sodium chloride. Electricity pass ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? NaCl sodium chloride എന്ത് പറ്റും? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാ സോഡിയം ക്ലോറൈഡ് ഉണ്ടായതെന്നല്ലേ.
Na പ്ലസും Cl മൈനസും എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ് അവിടെ ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അത് പറയേണ്ട, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്. അയണിക് കോമ്പൗണ്ട്സിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ Na പ്ലസും Cl മൈനസും കൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു Na പ്ലസ് ആൻഡ് Cl മൈനസ്. Na പ്ലസും Cl മൈനസും ആയേ. അപ്പോൾ ഈ Na പ്ലസിന് പ്ലസ് ചാർജിന് എപ്പോഴും എന്ത് ടെൻഡൻസി ഉണ്ടാവുക? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് ഓടിപ്പോവാൻ. ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അട്രാക്ട്. അപ്പോൾ ഇവർ ഓടിയിട്ട് ആരെടുത്ത് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡായ കാത്തോഡിന്റെ അടുത്ത് പോകും. അപ്പോൾ ഈ Cl എന്ത് ചെയ്യും? Cl നെഗറ്റീവ് അല്ലേ, Cl മൈനസ്, ഇത് ഓടിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിന്റെ അടുത്ത് പോകും. അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാത്തോഡിന്റെ അടുത്ത് പോയപ്പോൾ Na പ്ലസ് വിൽ ഗെറ്റ് ഇലക്ട്രോൺസ്. അതിന് ഇലക്ട്രോൺസിനെ കിട്ടിയിട്ട് Na പ്ലസിന് Na പ്ലസ് ആവാൻ കാരണം എന്തായിരുന്നു? അവിടെ ഒരു ഇലക്ട്രോൺ കുറവും പോസിറ്റീവ് ചാർജ് കൂടുതലും ആയതുകൊണ്ടായിരുന്നു അല്ലേ. ഇപ്പം എന്താവും? ഇയാളൊരു ഇലക്ട്രോണിന് കിട്ടും Na പ്ലസിന്. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സോഡിയം മെറ്റൽ. ക്ലോറിന് എന്ത് സംഭവിക്കും? ക്ലോറിനിൽ എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉള്ളത്. ആനോഡ് എന്ത് ചെയ്യും? ആ എക്സ്ട്രാ ഇലക്ട്രിക് ചാർജിന് അങ്ങ് എടുത്തിട്ട് ക്ലോറിൻ എന്തായി മാറും? ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പം നമുക്ക് ആരെ കിട്ടി? സോഡിയം മെറ്റലിനെ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ദാറ്റ് ഈസ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഇലക്ട്രിസിറ്റി ഇസ് പാസ്ഡ് ത്രൂ എ മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. When electricity is passed, sodium chloride gets separated into Na plus and Cl minus. Na plus move towards the cathode with its negative charge and Cl minus move towards the anode with its positive charge. Na plus gets electrons and it gets converted into sodium metal. Cl minus loses its electron and it will produce Cl gas. ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നോക്കിക്കോളൂ. ഇതാണ് അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. അയണിക് കോമ്പൗണ്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ റിയാക്ഷൻ. സോ ദ മെറ്റൽസ് വി ആർ ഗെറ്റിംഗ് ബൈ ദിസ് മെത്തേഡ് ഇസ് കംപ്ലീറ്റ്ലി പ്യുർ. ഇങ്ങനെ കിട്ടുന്ന മെറ്റൽസ്, ഇപ്പോൾ സോഡിയം, അതേപോലെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ വേറൊരാളാണ് അലൂമിനിയം ഫ്രം അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല അറിയാലോ, ഇതാ Al2O3. അലൂമിനിയം ഓക്സൈഡിൽ നിന്ന് അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും വി ആർ യൂസിങ് ദിസ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് സെക്കൻഡ് സ്റ്റേജ്. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്തായിരുന്നു? റിഡക്ഷനൊക്കെ ചെയ്ത് മെറ്റലിനെ കിട്ടി. അപ്പം നമ്മൾ അതായത് ആക്ടിവിറ്റി സീരീസിനെ ബേസ് ചെയ്തിട്ട് ലോവർ മെറ്റലിനെയും ലോവർ ഗ്രൂപ്പിലുള്ളതും മിഡിലുള്ളതും ഹൈയിലുള്ളതും പറഞ്ഞു. അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ടെക്സ്റ്റിലില്ല, ബട്ട് ഐ എം ഷോയിങ് ദിസ് ഇക്വേഷൻ ഓൾസോ ഹിയർ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി എക്സാമിനോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ എന്തിലെന്നും ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് അലൂമിനിയത്തിൻ്റെ റിയാക്ഷൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, aluminum is obtained from its aluminum oxide by the method of electrolytic reduction. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുട്ടി വീഡിയോസിൽ ചെയ്തിട്ട് മതി, കാരണം കുറേ കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ, അതായത് 2 വീഡിയോസും കൂടെ കഴിഞ്ഞാൽ ഈ ലെസൺ അങ്ങ് കഴിയും. അപ്പോൾ എല്ലാവരും പഠിച്ചേക്കുക. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കുക. നാലെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് കിട്ടുക. നന്നായി പഠിക്കുക, അതാണ് മെയിൻ തിങ്. എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. ഓക്കെ, ബൈ.